അതായത് 9ാം നിലയ്ക്ക് മുകളിലാണ് തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. AC സംവിധാനം പ്രവർത്തിക്കുന്ന മേഖലയാണ്. അവിടെ രോഗികളില്ല എന്നുള്ളതാണ്. ആശങ്ക വേണ്ട എന്ന് അധികൃതർ പറയുന്നുണ്ട്. ഒരു ടെൻഷനും ഇപ്പോൾ വേണ്ട. ആളപായമോ മറ്റു അങ്ങനെ ഒന്നും തന്നെ ഇല്ല. അത്തരം ആശങ്ക വേണ്ടതില്ല. രോഗികൾ സുരക്ഷിതരാണ്. ഇപ്പോൾ തീ പടർന്നു പിടിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാം. ആദ്യം പടർന്നു പിടിക്കുന്ന നിമിഷം മുതൽ തന്നെ നമുക്ക് അവിടെ ഉണ്ടായിരുന്നൊരു ജീവനക്കാരൻ ദൃശ്യങ്ങൾ അയച്ചു തന്നിരുന്നു. ആ ദൃശ്യങ്ങൾ കൂടി പ്രേക്ഷകർക്ക് ഇപ്പോൾ കാണാവുന്നതാണ്. ആ ദൃശ്യങ്ങളിൽ അല്പം ഭയപ്പെടുത്തുന്ന രീതിയിലാണ് തീപിടുത്തം ഉണ്ടായിരിക്കുന്നതെങ്കിലും അത് AC-യുടെ പ്ലാന്റിന്റെ പരിസരത്താണ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ അവിടെ നിന്നും രോഗികളെയൊക്കെ മാറ്റുകയാണോ അഭിലാഷ്? ഫയർഫോഴ്സ് സംവിധാനങ്ങൾ അവിടേക്ക് എത്തിച്ചേരുന്നു അല്ലേ? കൂടുതൽ ഫയർ എഞ്ചിനുകൾ ഇവിടേക്ക് എത്തുന്നുണ്ട്. കാരണം വലിയ തരത്തിലുള്ള തീപിടുത്തമാണ് മുകൾ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നത് എന്നതാണ്. ഇതിന്റെ ആഘാതം എത്രത്തോളം ഉണ്ട് എന്ന് ഇപ്പോഴും വ്യക്തമായിട്ട് പറയാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ ഫയർ എഞ്ചിനുകൾ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 3ഓളം ഫയർ എഞ്ചിനുകൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഇവരുടെ നേതൃത്വത്തിൽ തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ്. അതോടൊപ്പം തന്നെ ആശങ്ക വേണ്ട എന്നുള്ള കാര്യം ഇവർ പറയുന്നുണ്ട്. അതിൽ പ്രധാനമായ കാര്യം അവിടെ രോഗികളുള്ള ഒരു സ്ഥലമല്ല, ചികിത്സയുള്ള സ്ഥലങ്ങളല്ല, മറ്റ് സംവിധാനങ്ങളുള്ള ഒരു സ്ഥലം കൂടെ ആണ്. അതുകൊണ്ട് തന്നെ അവിടേക്ക് സ്റ്റാഫ് മാത്രമേ പോകാറുള്ളൂ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് രോഗികളെ ഒഴിപ്പിക്കേണ്ടുന്ന ഒരു സാഹചര്യം നിലവിലില്ല എന്ന് പറയുന്നു. പക്ഷേ അവിടെ ആരെങ്കിലും ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധന നടത്തേണ്ടതുണ്ട്. ഏതായാലും പോലീസും അതോടൊപ്പം തന്നെ ഫയർഫോഴ്സ് യൂണിറ്റും ഇവിടേക്ക് കൂടുതലായി എത്തിയിട്ടുണ്ട്. അവരുടെ നേതൃത്വത്തിൽ പരിശോധന നടത്തുകയാണ്. അതോടൊപ്പം തന്നെ ഈ തീ അണയ്ക്കുന്നതിനുള്ള ശ്രമങ്ങളും അവരുടെ ഭാഗത്ത് നടക്കുന്നുണ്ട്. കാരണം വലിയ തരത്തിലുള്ള തീപിടുത്തമാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. മുകൾ ഭാഗത്താണെങ്കിൽ പോലും വലിയ തരത്തിൽ ഈ പുക ഉയരുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് അവിടെ കെടുത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അത് താഴോട്ട് ബാധിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ തീപിടുത്തം ഒഴിവാക്കാൻ അല്ലെങ്കിൽ അതിനെ നിയന്ത്രണത്തിലാക്കാനുള്ള ഒരു സംവിധാനമാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ശ്രമമാണ് ഇപ്പോൾ ഫയർഫോഴ്സിൽ കഴിഞ്ഞു. ഫയർ അണ്ടർ കൺട്രോളാണ്. കഴിഞ്ഞു. നേരത്തെ ആ പുക വരുന്നത് നേരത്തെ തീയുടേതാണ് കേട്ടോ. അവിടെ എന്താണ് സംഭവിച്ചെന്ന് അറിയാമോ? അതറിയില്ല. കംപ്ലീറ്റ് ടീം മുകളിലാണ് ഉള്ളത്. ഇപ്പം കൺട്രോളാണ്. മേലെ വിവരം കിട്ടി. അവിടെ രോഗികളോ മറ്റോ ഉണ്ടോ? ഇല്ല, അവിടെ രോഗികൾ 8th ഫ്ലോർ ഉണ്ടായിരുന്നു. 9ാം നിലയിലായിരുന്നു അവിടെ ഇരുന്ന് തീപിടുത്തുണ്ടായത്. ഇപ്പൊ ഒന്നുമില്ല, അണ്ടർ കൺട്രോൾ ഒന്നുമില്ല. കത്തിയില്ല, പുക പോയി ഒന്നും അറിയത്തില്ല. ഇപ്പം അല്ല, ആളുകളൊന്നുമില്ല. കാലി സ്ഥലമാണ്. എന്തോ ഇപ്പൊ സംഭവിച്ചുള്ളൂ. എന്താണ് ഞങ്ങളുടെ ടീം ഫുൾ മുകളിലുള്ളത്. ഞങ്ങളിവിടെ താഴെ ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. അവിടെ എന്താ യൂണിറ്റ് ആണുള്ളത്? AC യൂണിറ്റ് ആണ്. അല്ല, അവിടെ ആളുകളില്ല, പേഷ്യൻസ് ഒന്നും ഇല്ലാത്ത സ്ഥലമാണ്. വലിയ തീപിടുത്തം അവിടെ ഉണ്ടായിട്ടുണ്ടോ? ഒന്നും അറിയത്തില്ല. മുകളിലേക്ക് ഞങ്ങൾക്ക് പോകാൻ പറ്റുന്നില്ല. എപ്പോഴാണ് ശ്രദ്ധയിൽപ്പെട്ടത്? ഇപ്പൊ ഏതാനും നിമിഷമായി. രോഗികളുള്ള സ്ഥലത്തല്ല, 9th ഫ്ലോറിലാണ്. AC പ്ലാന്റ് ആ ഭാഗങ്ങൾക്കാണ് തീ പിടിച്ചിരിക്കുന്നത്. AC പ്ലാന്റിന്റെ ഭാഗത്ത് തീ പിടിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഫയർഫോഴ്സ് എത്തിയതിനു ശേഷമാണ് തീ അണയ്ക്കാൻ കഴിഞ്ഞത്. ഇൻസ്റ്റലേഷൻ നടന്നുകൊണ്ടിരിക്കുക. അവിടെയാണ് നടക്കുന്നത്. AC പ്ലാന്റിന്റെ ഇൻസ്റ്റലേഷൻ നടക്കുകയാണ്. അവിടെയാണ് ഇത് നടക്കുന്നത്. നടന്നുകൊണ്ടിരിക്കുക. ബാക്കി വിവരങ്ങൾ അറിയുന്നേ ഉള്ളൂ. അവിടെ എല്ലാവരും അവിടെ സ്റ്റാഫോ മറ്റും എല്ലാവരും ആൾക്കാർ അവിടെ ഉണ്ട്. എല്ലാവരും ഇവിടെ ഉണ്ട്. അതവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. അവിടെ സംഭവിച്ചോ? താഴെ വന്നാൽ എന്താ സംഭവിച്ചെന്ന് അറിയത്തുള്ളൂ. അവർ വന്നെങ്കിലേ അറിയത്തുള്ളൂ കൂടുതൽ വിവരങ്ങൾ. 9ാം നിലയിലാണല്ലോ. അതെ, 8 നിലയിലും രോഗികളാണ്. ബാക്കി നിലയിൽ അല്ല, താഴെയൊന്നും കുഴപ്പമില്ല. പ്രധാനപ്പെട്ട ICU ഓപ്പറേഷൻ അതൊന്നും അവിടെയല്ല. അതൊക്കെ 2ാം നിലയിൽ. അവിടെ ജീവനക്കാർ ഉൾപ്പെടാൻ സാധ്യതയുണ്ടോ? ആരുമില്ല. ഈ തീ കത്തുന്ന സ്ഥലത്ത് ആരുമില്ല. സ്റ്റാഫ് ഒന്നുമില്ല. ഞങ്ങളുടെ AC പ്ലാന്റിന്റെ ഭാഗത്താണ്. ആ സ്മോക്കാണ് അങ്ങോട്ട് സ്പ്രെഡ് ചെയ്യുന്നത്. ഇൻസ്റ്റാൾ ചെയ്യുന്ന ആളുകളുണ്ടോ? 2 ആളുകളുണ്ട്. 8ാം നിലയിൽ പോലെ പുക മുകളിലോട്ട് 9th മുകളിലോട്ടേക്ക് പോകും. പേഷ്യൻസൊക്കെ മാറ്റി. ഏതായാലും ആശ്വാസകരമായ കാര്യം അവിടെ താഴത്തെ നിലയിലുള്ള രോഗികളെ അടക്കം മാറ്റിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അവിടെ AC ഇൻസ്റ്റാൾ ചെയ്യുന്ന പ്രവർത്തികൾ നടക്കുകയാണ്. ഇതിനിടയിലാണ് ഇപ്പോൾ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ആശുപത്രിയിലെ ജീവനക്കാരൊന്നും ആ ഭാഗത്ത് ഉണ്ടായിരുന്നില്ല. ഈ ഇൻസ്റ്റാൾ ചെയ്യുന്ന ജീവനക്കാർ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള അപായങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ള കാര്യം കൂടി പറയുന്നു. ഏതായാലും തീ ഇപ്പോൾ നിയന്ത്രണ വിധേയമാണ് എന്നാണ് ഇപ്പോൾ ആശുപത്രിയിലെ ചുമതലപ്പെട്ട ആളുകൾ തന്നെ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. ഏതായാലും കൂടുതൽ ഫയർ യൂണിറ്റ് ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അവർ മുകൾ നിലയിലേക്കുണ്ട്. വിധേയമായിട്ടുണ്ട്. പുക മാത്രമാണ് പടരുന്നത്. AC പ്ലാന്റിന്റെ ഇൻസ്റ്റലേഷൻ നടക്കുന്ന സ്ഥലത്താണ് തീപിടുത്തമുണ്ടായത്. 9ാം നിലയ്ക്കും മുകളിലാണ് തീപിടുത്തമുണ്ടായത്. 9ാമത്തെ നിലയിൽ രോഗികളെ പ്രവേശിപ്പിക്കാറില്ല. അവിടെ സാങ്കേതിക വിദഗ്ധർ മാത്രമാണുള്ളത്. ഇപ്പോൾ
ഫയർഫോഴ്സ് സംവിധാനങ്ങളെല്ലാം അവിടെ എത്തിയിട്ടുണ്ട്. തീ പൂർണ്ണമായിട്ടും നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട്. ആശങ്ക വേണ്ട സാഹചര്യമില്ല. 8ാം നില വരെ മാത്രമേ രോഗികളെ പ്രവേശിപ്പിച്ചിരുന്നുള്ളൂ. അവർ പറയുന്നതനുസരിച്ച് AC-യുടെ പ്ലാന്റിന്റെ പ്രവർത്തനം നടക്കുന്ന സ്ഥലത്താണ് ഇപ്പോൾ തീ പിടിച്ചിരിക്കുന്നത്. അവിടെ AC ടെക്നീഷ്യന്മാരടക്കമാണ് അവിടെ ഉണ്ടായിരുന്നത്. അവർ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ആരും കുടുങ്ങിക്കിടപ്പോ മറ്റൊന്നും തന്നെ ഇല്ല. തീ പൂർണ്ണമായി മുകളിലേക്ക് ഫയർഫോഴ്സ് സംവിധാനം മുകളിലേക്ക് എത്തിയിട്ടുണ്ട്. തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട്. ആശ്വസിക്കാവുന്ന കാര്യമാണ്. ഇപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ആശങ്ക വേണ്ടതില്ല. ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ രോഗികളുടെ ബന്ധുക്കൾ ആരെങ്കിലും ഈ പരിപാടി കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആശങ്ക വേണ്ട സാഹചര്യമില്ല. തീ പൂർണ്ണമായിട്ടും നിയന്ത്രണ വിധേയമായിരിക്കുന്നു. രോഗികളില്ലാത്ത ഭാഗത്താണ് AC-യുടെ പ്ലാന്റിലാണ് തീ പിടിച്ചിരിക്കുന്നത്. തീ ഇപ്പോൾ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കിയിരിക്കുന്നു. ഫയർഫോഴ്സിലെ ഉദ്യോഗസ്ഥരും അവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. എല്ലാവരും മുകളിലത്തെ നിലയിൽ 9ാം നിലയ്ക്ക് മുകളിൽ AC-യുടെ പ്ലാന്റിനും മുകളിൽ തന്നെ എത്തി ഇപ്പോൾ പൂർണ്ണമായിട്ടും അത് നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട്. അഭിലാഷ്, പക്ഷേ തീ പടർന്നു പിടിച്ചപ്പോൾ നമ്മൾ വല്ലാതെ ഭയന്നിരുന്നു. 9ാമത്തെ നിലയ്ക്കും മുകളിലാണ് ഈ AC പ്ലാന്റ് ഉള്ളത്. അവിടെ കുറച്ച് ജീവനക്കാരെ നമുക്ക് കാണാം. അത് ഈ AC പ്ലാന്റിലുള്ള ജീവനക്കാരാണോ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരാണോ? ഇപ്പോൾ മുകൾ ഭാഗത്ത് ഈ ഫയർഫോഴ്സിലെ ജീവനക്കാരുണ്ട്, അതോടൊപ്പം തന്നെ പോലീസുണ്ട്, അതോടൊപ്പം തന്നെ ആശുപത്രിയിലകത്തുള്ള ജീവനക്കാരും അതോടൊപ്പം തന്നെ ആളുകളുണ്ട്. ഏതായാലും ഇപ്പോൾ തീ നിയന്ത്രണ വിധേയമാണ്. മുകൾ ഭാഗത്തേക്കാണ് ഇപ്പോൾ പുകച്ചുരുൾ ഉയരുന്നത്. ആ ഭാഗത്ത് ഇപ്പോഴും തീ ഉണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. കാരണം അവിടെ മുകളിലുള്ള ആളുകൾ താഴോട്ട് വന്നാൽ മാത്രമേ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാവൂ എന്ന് തന്നെയാണ് ഇപ്പോൾ ആശുപത്രി അധികൃതരും പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഒരു കാര്യം വ്യക്തമാണ്, കാരണം തീ നിയന്ത്രണ വിധേയമായിട്ടുണ്ട്. ആശുപത്രിയിലുള്ള ഏതെങ്കിലും രോഗികൾക്കോ ജീവനക്കാർക്കോ യാതൊരു തരത്തിലുള്ള അപകടവും ഇതുവരെ സംഭവിച്ചിട്ടില്ല. മുകൾ ഭാഗത്തുള്ള രോഗികളെ അടക്കം അവിടുന്ന് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ സുരക്ഷിതമായ ക്രമീകരണങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും തീ അണയ്ക്കുക എന്നുള്ള ശ്രമം തന്നെയാണ് നടക്കുന്നത്. ഇപ്പോൾ ഫയർ യൂണിറ്റ് അവിടെ എത്തിയിട്ടുണ്ട്. 4 യൂണിറ്റാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അതിന്റെ ഭാഗമായി അവർ മുകളിലേക്ക് എത്തുകയും അവിടെ ഇപ്പോൾ വെള്ളം ചീറ്റുകയും ചെയ്യുകയാണ്. അതിൽ വെള്ളം പുറത്തേക്ക് വരുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. അപ്പോൾ പോലും പുക ഉയർന്നു എന്നാണ്. പക്ഷേ ആശങ്കപ്പെടേണ്ടുന്ന ഒരു സാഹചര്യവും നിലവിലില്ല. അവിടെ തീ പൂർണ്ണമായിട്ടും നിയന്ത്രണ വിധേയമായി കഴിഞ്ഞിരിക്കുന്നു. അവിടെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും എത്തിയിട്ടുണ്ട്. 9ാമത്തെ വാർഡിൽ സാങ്കേതിക വിദഗ്ധരാണ് ഉണ്ടായിരുന്നത്. അവരും ഇപ്പോൾ അവിടെ മുകളിലെത്തി പരിശോധന നടത്തുകയാണ്. നേരത്തെ തീ പടർന്നു പിടിച്ചപ്പോൾ വലിയ ആശങ്കയായിരുന്നു. തട്ടുതാഴെ 9ാമത്തെ വാർഡ് കഴിഞ്ഞാൽ 8ാമത്തെ വാർഡ് മുതൽ മാത്രമാണ് രോഗികൾ ഉള്ളത്. 8ാമത്തെ വാർഡിലുള്ളവരെ, C ബ്ലോക്കിലുള്ളവരെ മറ്റു വാർഡുകളിലേക്ക് മാറ്റുകയാണെന്ന് വിവരം വരുന്നു. അഭിലാഷ് തുടരണം. നമുക്കൊപ്പം സിനോജ് തോമസ് കൂടി ചേരുന്നുണ്ട്. സിനോജ്, ഇപ്പോൾ കൂടുതൽ ആംബുലൻസും ഫയർഫോഴ്സും ഒക്കെ ആശുപത്രിയിലേക്ക് വരുന്നുണ്ട്. ആർക്കും പരിക്കില്ല, ആർക്കും ഒരു അപകടമില്ല. ഇപ്പോൾ തീ പൂർണ്ണമായിട്ടും നിയന്ത്രണ വിധേയമായി. തീ കെട്ടുകഴിഞ്ഞിരിക്കുന്നു. തീ അവിടെ പുക മാത്രമാണ് ഉയരുന്നത്. ആ C ബ്ലോക്കിൽ നിന്ന് മുഴുവൻ ആളുകളെയും അവിടെ നിന്ന് മാറ്റുന്നുണ്ടോ? അരുകുമാർ, ഈ C ബ്ലോക്ക് എന്ന് പറയുന്നത് 9 നിലകളുള്ള ആശുപത്രി കെട്ടിടമാണ്, പുതിയ കെട്ടിടമാണ്. അതിൽ 8ാം നില വരെ മാത്രമാണ് രോഗികളെ പാർപ്പിക്കുന്നത്. 9ാം നിലയിൽ രോഗികളില്ല, ജീവനക്കാരും മറ്റ് സംവിധാനങ്ങൾ മാത്രമാണ് 9ാം നിലയിലുള്ളത്. ഇതിന്റെ ഏറ്റവും മുകളിലുള്ള AC-യുടെ യൂണിറ്റിലാണ് തീ പിടിച്ചിരിക്കുന്നത്. താഴോട്ടുള്ള രോഗികൾ കിടക്കുന്ന സ്ഥലത്തേക്കൊന്നും തന്നെ തീ വന്നിട്ടില്ല. നിലവിൽ തീ നിയന്ത്രണ വിധേയമാണ്. വലിയ കറുത്ത പുക മാത്രമാണ് ഉയരുന്നത്. കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റ് ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ രോഗികളെ മറ്റേതെങ്കിലും ആശുപത്രിയിലേക്ക് മാറ്റണമെങ്കിൽ കൂടുതൽ ആംബുലൻസുകൾ, നഗരത്തിലുള്ള നിരവധി ആംബുലൻസുകൾ ഈ ആശുപത്രിയുടെ വശത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ രോഗികളെ നിലവിൽ ഈ ആശുപത്രിയിൽ നിന്ന് മാറ്റുന്ന സാഹചര്യമില്ല. കാരണം ഞാൻ അങ്ങനെ പറയാൻ കാരണം, എൻ്റെ ഒരു ആൻറ്റി ഇവിടെ സർജറി കഴിഞ്ഞ് 7ാം നിലയിൽ കിടപ്പുണ്ട്. ഇന്നലെ ഞാൻ ഈ ആശുപത്രിയിൽ സന്ദർശിച്ചാണ്. അവരെ ഉൾപ്പെടെയുള്ള രോഗികളെ മറ്റു വാർഡുകളിലേക്ക് മാറ്റുന്നു എന്നാണ് ആശുപത്രിയുടെ അകത്തു നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. രോഗികൾക്കൊന്നും തന്നെ നിലവിൽ ആശങ്കയില്ല. എല്ലാവരും സുരക്ഷിതമായി തന്നെ നേഴ്സുമാരൊക്കെ തന്നെ ചേർന്ന്, അറ്റൻഡർമാർ ചേർന്നുകൊണ്ട് ആ വാർഡുകളിൽ നിന്ന് മറ്റ് ആശുപത്രി ഭാഗത്തേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. കാരണം തീ താഴോട്ട് പടർന്നിട്ടില്ല. 9ാം നിലയ്ക്ക് ഏറ്റവും മുകളിലുള്ള റൂഫ് ഉള്ള ഭാഗത്തുള്ള AC-യുടെ കംപ്രസർ യൂണിറ്റ് ഉണ്ട്. അവിടെ നിർമ്മാണ പ്രവൃത്തി കഴിഞ്ഞ ദിവസം നടന്നുവെന്നാണ് ആശുപത്രി ജീവനക്കാർ പറയുന്നത്. അവിടെയാണ് ആ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള ഷോർട്ട് സർക്യൂട്ട് ആകാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇലക്ട്രിക് യൂണിറ്റിലാണ് തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. നമുക്ക് ആ മുകളിലത്തെ ദൃശ്യങ്ങൾ കാണാം. തീപിടുത്തം ഉണ്ടായിട്ട് ആ ഷീറ്റ് കരിഞ്ഞ് താഴോട്ട് വന്നത് കാണാം. ഏതായാലും ഫയർഫോഴ്സിന്റെ യൂണിറ്റ് ഇവിടെയുണ്ട്. ബീച്ചിൽ നിന്നും മീൻചന്തയിൽ നിന്നും കൂടുതൽ യൂണിറ്റ് ഇവിടെ എത്തിയിട്ടുണ്ട്. അവിടെ എത്തി തീ അണയ്ക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. വലിയ രീതിയിലുള്ള കറുത്ത പുക ആശുപത്രി കെട്ടിടത്തിൽ നിന്ന് ഉയരുന്നുണ്ട്. ഈ തീപിടുത്ത വിവരം അറിഞ്ഞ കുറേ ആളുകളും ഈ ആശുപത്രി ജീവനക്കാർ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ തന്നെ താഴെ മുറ്റത്ത് റോഡിലൊക്കെ തന്നെ നിൽപ്പുണ്ട്. വലിയ ഗതാഗത കുരുക്കം ഈ സരോവരം റോഡിലുണ്ട്. ഏതായാലും പോലീസ് ഇടപെട്ട് നിയന്ത്രിച്ചുകൊണ്ട് ആംബുലൻസ് ഉൾപ്പെടെയുള്ള കൂടുതൽ രക്ഷാദൗത്യത്തിനുള്ള സംവിധാനങ്ങൾ ഈ ആശുപത്രിയുടെ ഭാഗത്തേക്ക് എത്തിച്ചിട്ടുണ്ട്. 8ാം നില വരെയാണ് രോഗികളെ അഡ്മിറ്റ് ചെയ്യുന്നത്. അവിടെയുള്ള റൂമുകൾ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളാണ് ഈ 8ാം നില വരെയുള്ള ഈ ആശുപത്രി കെട്ടിടത്തിലുള്ളത്. അവിടെയുള്ള രോഗികളെ ഇപ്പോൾ 8ാം നിലയിലും 7ാം നിലയിലൊക്കെ തന്നെ രോഗികൾ, അതായത് തീപിടുത്തം ഉണ്ടായതിന് തൊട്ട് താഴെയുള്ള നിലകളിലെ രോഗികളെ മറ്റ് വലിയ ആശുപത്രി കെട്ടിടമാണ് ബേബി മെമ്മോറിയൽ ആശുപത്രി എന്ന് പറയുന്നത്. മറ്റ് ആശുപത്രി കെട്ടിടത്തിലെ മുറികളിലേക്ക് രോഗികളെ സുരക്ഷിതമായി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും തീപിടുത്തം നിയന്ത്രിക്കാൻ സാധിച്ചു എന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചിരിക്കുന്നത്. ഏറ്റവും മുകൾ നിലയിലുള്ള റൂഫിനോട് ചേർന്നിട്ടുള്ള ഈ
എയർ കണ്ടീഷൻ യൂണിറ്റിന്റെ ഇലക്ട്രിക്കൽ സംവിധാനത്തിലാണ് തീപിടുത്തം ഉണ്ടായത്. ഇപ്പോഴും അവിടെ നിന്ന് വലിയ രീതിയിലുള്ള പുക ഉയരുന്നുണ്ട്, കറുത്ത പുക ഉയരുന്നുണ്ട്. ഏതായാലും ഫയർഫോഴ്സ് സംവിധാനങ്ങളൊക്കെ തന്നെ എത്തി തീ നിയന്ത്രണ വിധേയമാക്കി എന്നാണ് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. നിലവിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യവും ഇല്ല. ഏതായാലും രോഗികളെ 5 യൂണിറ്റ് ഫയർഫോഴ്സ് ഇപ്പോൾ സ്ഥലത്തെത്തിയിട്ടുണ്ട് സിനോജ്. അവിടെ എല്ലാ പ്രിക്കോഷൻസും എടുത്തിട്ടുണ്ട്. നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഫയർഫോഴ്സും പോലീസും അവിടേക്ക് എത്തിയിട്ടുണ്ട്. 9ാമത്തെ നിലയ്ക്ക് മുകളിലുള്ള AC-യുടെ പവർ പ്ലാന്റ് ഇൻസ്റ്റോൾ ചെയ്യുന്ന സ്ഥലത്താണ് തീ പിടിച്ചത്. തീ വലിയ രീതിയിൽ ആളിപ്പടർന്നിരുന്നു. അതിനുശേഷം ഇപ്പോൾ തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട്.